തൃപ്പൂണിത്തുറ തൈക്കുടത്തെ സരോജിനി അമ്മയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മകൾ ഈ അമ്മയെ ഇറക്കി വിട്ടിരിക്കുകയാണ്. നീതി തേടി ഈ അമ്മ മണിക്കൂറുകളായി തൻ്റെ വീടിന് മുന്നിൽ കാത്തിരിക്കുകയാണ്. അതായത് ഇന്ന് വൈകുന്നേരം മുതൽ അമ്മ വീടിന് മുന്നിൽ കുത്തിയിരിക്കുന്നു. പോലീസ് വന്നു, ജനപ്രതിനിധികൾ വന്നു, നൂറുകണക്കിന് നാട്ടുകാരുണ്ട്. ഈ അമ്മയ്ക്ക് സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സ്വന്തം മകളാണ് ഈ അമ്മയെ ഏതാനും നാളുകൾക്ക് മുൻപ് ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത്. അതേ തുടർന്ന് അമ്മ പോലീസിനെ സമീപിച്ചു, പോലീസിൽ പരാതിപ്പെട്ടു. ആർഡിയോയുടെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് ഞാനൊന്ന് വായിക്കുകയാണ്. ഹർജിക്കാരിയായ ശ്രീമതി സരോജിനി, എറണാകുളത്തെ തൈക്കുടത്ത് താമസിക്കുന്ന സരോജിനിയെ അവർ താമസിച്ചു വന്നിരുന്ന കണയന്നൂർ താലൂക്കിലെ പൂണിത്തുറ വില്ലേജ് പരിധിയിലും ഒന്നാം എതിർകക്ഷിയായ ഉടമസ്ഥയിലുള്ളതുമായ വീട്ടിൽ അടിയന്തരമായി താമസിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ സ്ഥലം പോലീസ് സ്റ്റേഷനായ മരട് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് ഇതിനാൽ നിർദ്ദേശം നൽകി ഉത്തരവാകുന്നു. ഉത്തരവുടൻ നടപ്പാക്കി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിവരം ട്രൈബ്യൂണൽ മുമ്പാകെ റിപ്പോർട്ട് ചെയ്യണമെന്നും ആർഡിയോയുടെ ഉത്തരവിലുണ്ട്. ഈ ഉത്തരവ് വന്നിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞു. ഇപ്പോഴും ഈ അമ്മ തന്റെ വീട്ടിൽ കയറാൻ കഴിയാതെ വീടിന് പുറത്തിരിക്കുകയാണ്. സരോജിനി അമ്മയോട് തന്നെ നമുക്ക് ചോദിക്കാം. അമ്മ ഇപ്പോൾ ഇന്ന് ഒരു 4 മണിക്കൂറായി, രാത്രി 10 മണിയായി. അമ്മ ഇതുവരെയും വീട്ടിൽ കയറ്റാൻ പറ്റിയിട്ടില്ല, മകൾ കയറ്റുന്നില്ല. പോലീസ് വന്നു, പോലീസ് വന്നിട്ട് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. അമ്മയുടെ തീരുമാനം എന്താണ്? എനിക്ക് ഈ വീട്ടിൽ കിടക്കണം, എനിക്ക് വാതിൽ തുറന്നു തന്നെ, എനിക്ക് എൻ്റെ ഈ വീട്ടിൽ കിടന്നാൽ മതി, വേറെ ഒന്നും വേണ്ട, എനിക്ക് ഒന്നും തരണ്ട, എൻ്റെ വീട്ടിൽ കിടക്കണം. അയൽക്കത്തൊക്കെ നടക്കാൻ പറ്റണില്ല, അയൽക്കത്തുകാർക്ക് ഇഷ്ടവുമില്ല. അവർ കുറച്ച് ദിവസം കിടന്നു കഴിയുമ്പോൾ ഞാൻ അവിടെ കിടന്ന് ചത്താൽ അവർ ന്യായം പറയണമെന്നാണ് പറയണം. അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ കിടക്കണം, ആരും നോക്കിയില്ല. പോലീസിൽ പരാതിപ്പെട്ടു. പോലീസിന് ഈ ഉത്തരവ് നടപ്പാക്കാൻ അമ്മയെ വീടിനകത്ത് അടിയന്തരമായി കയറ്റണമെന്ന് പോലീസിന് നിർദ്ദേശമുണ്ട്. പക്ഷെ ഇതുവരെയും പോലീസും തീരുമാനം നടപടി എടുക്കുന്നില്ല. അവരെടുക്കണില്ല. അവർ പറഞ്ഞിട്ട് നാളെയും ചെല്ലാൻ എന്നോട്. എന്താ അമ്മയോട് പറഞ്ഞു പോലീസ്? അവര് പറയണ നാളെ അവിടെ ചെല്ലാനാ പറയണ. എനിക്ക് പറ്റൂല അങ്ങനെ ആ മുകളിൽ കയറാനായിട്ട്. ഭയങ്കര എന്നെ 2 പേര് പിടിച്ചാണ് ഞാൻ കയറുന്നത്. ഇനി എനിക്ക് പറ്റൂല. എനിക്കൊന്നും വേണ്ട, എൻ്റെ വീട് തുറന്നു തന്നാൽ മതി. ഈ പോലീസുകാർ എന്തിനീ തൊപ്പിയും വെച്ചിട്ടാണ്? അല്ല, ഇപ്പൊ MLA വന്നു, മറ്റ് ജനപ്രതിനിധി, നാട്ടുകാരെല്ലാം അമ്മയ്ക്കൊപ്പം ഉണ്ട്. ഈ രാത്രി അവരും ഉറങ്ങാതെ അമ്മയ്ക്കൊപ്പം നിൽക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ നാട്ടുകാർക്കൊക്കെ അമ്മയുടെ ഈ ദുരിതാവസ്ഥയെ കുറിച്ച് അറിയാമായിരുന്നു? അറിയാമായിരിക്കും. ആ കുറച്ച് ആൾക്കാർക്ക് ഇപ്പൊ പെട്ടെന്ന് ആൾക്കാർ പറഞ്ഞറിഞ്ഞല്ല ഞാനിവിടെ വന്ന് നിൽക്കണുണ്ട്. ഞാൻ കൗൺസിലറാണ് ഇവിടെ. കൗൺസിലർ, ഈ വിഷയം കൗൺസിലറുടെ ശ്രദ്ധയിൽപ്പെട്ടു, ഇപ്പം MLA ഒക്കെ വന്നു. പക്ഷെ ഇതുവരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന്, മരട് പോലീസിന് ഈ ഉത്തരവ് നടപ്പാക്കേണ്ട മരട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നില്ല. അതിപ്പം ഓർഡർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരിവിടെ വന്നിട്ട് പറഞ്ഞു പൂട്ട് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അവർക്ക് വല്ല വിളി വന്നിട്ടുണ്ടോ എന്നറിയില്ല. ഇതിനു മുമ്പും അവര് വന്ന് തുറക്കാതെ പോലീസിൽ പരാതി കൊടുത്തിട്ടും അവര് വന്നില്ല. പിറ്റേ ദിവസം വരാന്ന് പറഞ്ഞവര് നോക്കാന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇറക്കി വിട്ടത്? ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് അവര് അമ്പലത്തിൽ പോകണം പറഞ്ഞ ഇറക്കി വിട്ടല്ലേ മോനെ. അമ്പലത്തിൽ പോകണം, ഇളയ മക്കളെടുത്തോട്ട് പോകുന്നു. അമ്മയോട് പോകാൻ പറഞ്ഞു, ഇളയ മോളുടെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. ഇത് അമ്മയുടെ സ്ഥലമാണ്, അമ്മയുടെ സ്ഥലമാണ്, എന്റെ സ്ഥലമാണ്. ഓക്കെ, നമുക്കിപ്പം കാണാം. ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിക്കൊണ്ട് പോലീസും ജനപ്രതിനിധികളുമായി ഉമാ തോമസ് MLA പോലീസ് സംസാരിക്കുകയാണ്. ഉത്തരവ് നടപ്പാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരും അതോടൊപ്പം ജനപ്രതിനിധികളും ഉന്നയിക്കുന്നത്. പക്ഷെ പോലീസ് ഇപ്പോൾ വീട് പൊളിക്കാൻ കഴിയില്ല. കാരണം നാട്ടുകാർ നമ്മൾ നേരത്തെ അതായത് 9 മണിക്ക് ഈ വിഷയം നമ്മൾ തത്സമയം സംപ്രേഷണം ചെയ്തപ്പോൾ അന്നേരം ഈ ഗേറ്റിന് പുറത്തായിരുന്നു അമ്മയെങ്കിൽ ഇപ്പോൾ ഗേറ്റ് പൊളിച്ചു, നാട്ടുകാർ തന്നെ ഗേറ്റ് പൊളിച്ചു. വീടിനകത്തേക്ക് അമ്മയെ വീടിന് പുറത്ത്, അതായത് സിറ്റ് ഔട്ടിൽ അമ്മ ഇരിക്കുകയാണ്. 1 മണിക്കൂറിലധികമായി സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നത്. കഴിഞ്ഞ 4 മണിക്കൂറോളമായി തന്റെ സ്വന്തം ഉടമസ്ഥയിലുള്ള വീട്ടിൽ കയറാൻ കഴിയാതെ സരോജിനി അമ്മ ഇപ്പോഴും പുറത്ത് തുടരുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ചേട്ടാ, ശരിക്കും ഇപ്പൊ പോലീസുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, പോലീസ് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല. എന്താണ് നാട്ടുകാരുടെ തീരുമാനം? എന്തായിരിക്കും? ഇത് മോളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്, അതുകൊണ്ടാണ് പോലീസിന് സമ്മർദ്ദം. ഉത്തരവുണ്ടല്ലോ, ആർഡിയോയുടെ ഉത്തരവുണ്ട്. ഇവരെന്താ പാലിക്കാത്തത്? ഇവരെന്താ ചെയ്യാത്തത്? ഇവർക്ക് ഓർഡറായിട്ട് പോലീസ് പറയുന്നത്? പോലീസിന് മോളിൽ നിന്നുള്ള പിടിപാടുണ്ട്, വിളിയുണ്ട്. അതിന്റെ ടോപ്പിൽ രാഷ്ട്രീയ പിടിപാടുണ്ട്. ടോപ്പിൽ അതിന്റെ പിടിപാടുകളാണല്ല ഇവര് തള്ളനെ കയറ്റാത്തത്. രക്തസാക്ഷിയാണല്ലോ, പഴയ വിദ്യാലയം കൊലക്കേസും. ഇപ്പൊ ഈ വിഷയത്തിൽ ഇപ്പൊ പോലീസ് ഇപ്പൊ തീരുമാനം നടപ്പാക്കുന്നില്ല, വീട് തുറക്കാൻ തയ്യാറല്ലെന്ന് പറയും. എന്തായിരിക്കും നിങ്ങളുടെ തീരുമാനം? ഞങ്ങള് എന്തു വന്നു കഴിഞ്ഞാലും ആ അമ്മയെ അവരുടെ വീടിന്റെ അകത്ത് കയറ്റുന്നവരെ ഞങ്ങളിവിടെ പ്രതിഷേധമായിട്ടിരിക്കും. അത് നിയമപരമായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ അടുത്ത നടപടികൾ ഞങ്ങൾ ആലോചിച്ച് എന്താണെന്ന് നടപടി അത് 2 തരത്തിലുണ്ടല്ലോ. പോലീസ് ഇപ്പോൾ പറയുന്ന അവരെ അത് തുറന്ന് അകത്തേക്ക് കിടത്താൻ പറ്റില്ല, ഷെൽട്ടറിലേക്ക് മാറ്റാം.
ഒരു അമ്മയ്ക്ക് അവരുടെ സ്വന്തം വീട്ടിൽ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു ഉത്തരവ് ഉണ്ടായിട്ട് പോലും അതിൻ്റെ അകത്ത് കിടക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ എന്ത് നിയമവ്യവസ്ഥയാണ് ഇവിടുത്തെ? ഒരു നിമിഷം, ഇപ്പോൾ സ്ഥലം MLA ഉമാ തോമസ് ഉണ്ട്. MLA ജില്ലാ കളക്ടറുമായി സംസാരിച്ചു, സബ് കളക്ടറായിട്ട് സംസാരിച്ചു, പോലീസുമായി CI ആയിട്ടും സംസാരിച്ചു. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനമുണ്ട്. രാത്രി ഒരു സ്വന്തം അമ്മയെ ആരെങ്കിലും രാത്രി പുറത്തിറക്കി വിടുമോ? ഈ രാത്രി 10 മണിയായി. അവർ പ്രൊട്ടക്ഷൻ ഹോമിലേക്ക് കൊണ്ടുപോകാമെന്ന്. അമ്മ സ്വന്തം വീട്ടിലിരിക്കണം എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കാതെ, ഒരു ഓർഡർ ഉണ്ടായിട്ട് പോലും അത് സമ്മതിക്കാതെ അവർ പ്രൊട്ടക്ഷൻ ഹോമിൽ കൊണ്ടുപോയിട്ട് നാളെ വീണ്ടും RDOന്റെ അടുത്ത് കൊണ്ടുപോയി മറ്റേ എതിർ പാർട്ടീനെ കൂടി കണ്ടിട്ട് തീരുമാനിക്കാമെന്ന്. ഏറ്റവും അവസാനം ഇപ്പോൾ ഇവിടെ പറഞ്ഞെന്താ, രണ്ടാമത്തെ മകളില്ലേന്ന്. രണ്ടാമത്തെ മകളോ മൂന്നാമത്തെ മകളോ അല്ലല്ലോ, സ്വന്തം വീട്ടിൽ കിടക്കാനല്ലേ അമ്മ ചോദിച്ചത്. അതിനെപ്പറ്റിയൊക്കെ ഇവിടെ സംസാരിക്കണ എന്തിനാ? അപ്പൊ ആദ്യത്തെ മകളെ ആണല്ലോ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവര് ശ്രമിക്കുന്നത്. അതാ രാഷ്ട്രീയമാണോ എന്തുവാന്ന് അറിയില്ല. എന്തായാലും ഇതിലൊരു ഇടപെടലുണ്ടെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ആദ്യത്തെ മകളെ എന്തിനാ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണേ? ആദ്യത്തെ മകള് വിരൽ ചൂണ്ടിയാ എത്തുന്ന ഈ പനമ്പള്ളിനാറിലാ താമസിക്കണേ. അവിടെ നിന്ന് ആ താക്കോല് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് ഈ വീട് തുറക്കാൻ എന്താ പാട്, എന്താ ബുദ്ധിമുട്ട്? ഇത്ര നേരം ഇവിടെ തോട്ടി പോലെ നിൽക്കണ ആ സമയം മതിയായിരുന്നു പനമ്പള്ളിനാർ വരെ പോയത്. നാട്ടുകാർ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ നാട്ടുകാർ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ട്. പലരും പറയുന്നു വീട് പൊളിച്ച് കയറും, അങ്ങനെ. അത് ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. എന്താന്ന് വെച്ചാൽ നിയമം കയ്യിലെടുക്കാനായിട്ട് നമുക്ക് ആരും അധികാരം തന്നിട്ടില്ല. അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ അമ്മ ഇന്ന് അവിടെ കിടക്കട്ടെ, അതാണ് എന്റെ ശരി. അമ്മ പുറത്ത്, വീടിന് പുറത്ത്. പക്ഷെ അമ്മയുടെ അവകാശപ്പെട്ട വീടല്ലേ, അവിടെ അമ്മ കയറേണ്ടതല്ലേ? കയറേണ്ടതാണ്. ഇനിയിപ്പോ ഇന്ന് നടക്കില്ല എങ്കിലും നാളെ ആണെങ്കിലും ഇതിന്റെ ഏത് രീതിയിലാണെങ്കിലും ഒരു ഇത് വാങ്ങിയിട്ട്, അനുവാദം വാങ്ങിയിട്ട് നമ്മളകത്ത് കയറ്റും. അത് സംശയമില്ല. അമ്മയുടെ നീതിക്ക് വേണ്ടി അമ്മയ്ക്ക് വീടിനകത്ത് പ്രവേശിക്കാൻ വേണ്ടി ഇവിടെ ജനപ്രതിനിധികളും നാട്ടുകാരും ഒന്നടക്കമുണ്ട്. നമുക്ക് കാണാൻ കഴിയും, 100 കണക്കിന് ആളുകൾ ഇപ്പോൾ മണിക്കൂറുകളായി അമ്മയ്ക്കൊപ്പം ഇവിടെ നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ അമ്മയുടെ ഈ മകൾ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ ഒരല്പം ദയ തോന്നണം, ഈ അമ്മയോട് ഒരു ദയ തോന്നണം. കാരണം മണിക്കൂറുകളായി സ്വന്തം അമ്മ, നിങ്ങൾ വളർത്തി വലുതാക്കിയ ഒരു അമ്മയാണ് പുറത്ത് കിടക്കുന്നത് എന്നൊരു ഒരു മനസാക്ഷി ഇവരോട് കാണിക്കണം. അത് മാത്രമാണ് പറയാനുള്ളത്. ഇപ്പോൾ ചേട്ടാ, എന്താ ഇപ്പോൾ ഈ വിഷയത്തിൽ പോലീസ് അനുകൂലമായ തീരുമാനം എടുക്കുന്നില്ല? പറയുന്നില്ല. RDO വിളിച്ച് പറഞ്ഞ പ്രകാരം ഒരു RDO ഇങ്ങനെയുള്ള ഓർഡർ, ബ്രേക്ക് ചെയ്യാനുള്ള ഓർഡർ അല്ല കൊടുത്തിരിക്കുന്ന RDO പറഞ്ഞു. പോലീസുകാർ എന്താ തീരുമാനിക്കുന്ന വെച്ചാൽ തീരുമാനിക്കട്ടെ. പോലീസുകാർ തീരുമാനിച്ചു ഞങ്ങളൊരു തീരുമാനം എടുക്കും. സാർ, ഈ തീരുമാനം RDOയുടെ ഉത്തരവുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അല്ല, പക്ഷെ ഇത്രയും നേരമായിട്ട് ഈ നാട്ടുകാരടക്കം അവർ നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമ്മളിതിനകത്ത് ജെന്യൂനായിട്ടുള്ള കാര്യം ഇന്റർവ്യൂ മോഡാണ് വന്നേക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് നടക്കെടുക്കാവുന്നതിന് പരിമിതികളുണ്ട്. മനസ്സിലായില്ലേ? എന്ത് ബ്രേക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല, സാധിക്കില്ല. അമ്മയെ പ്രൊട്ടക്ഷൻ നമ്മൾ താൽക്കാലികമായിട്ട് പോലീസ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ഷെൽട്ടർ ഹോം ഉണ്ട്, അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അതിനുശേഷം നാളെ ഇത് RDO കോടതി പ്രസന്റ് ചെയ്ത് ഇങ്ങനെ ഒരു ബോട്ടിലിനെ കൊണ്ട് നമ്മൾ പ്രസന്റ് ചെയ്തതിന് ശേഷം ഫർദറായിട്ട് വന്ന് റൂളിംഗ് കൃത്യമായിട്ട് നടപ്പാക്കാൻ പോലീസ് തയ്യാറാണ്. അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടാണ് പറയുന്നത്, പൊളിറ്റിക്കലായിട്ടല്ല പറയുന്നത്. നാളെ വരെ അമ്മ കാത്തിരിക്കാനാണ് പറയുന്നത് പോലീസ്. അല്ല, നമ്മളിപ്പോൾ ഈ സിറ്റുവേഷൻ ഈ സമയത്താണ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. ഈ സമയത്തുള്ള ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് അവകാശപ്പെട്ട അമ്മയുടെ ഭൂമിയിൽ പണിത ഒരു വീടാണ്, അവർക്ക് അവകാശമില്ല അവിടെ കയറാനായിട്ട്. അല്ല, ഇത് നമ്മളിപ്പോൾ അറ്റ് പ്രസന്റ് കുറച്ച് നാളെ ക്ലോസ് ഡൗൺ ആയിട്ട് കിടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ല? ഇത് ഇന്നലെ ആള് താമസമുള്ള വീടാണ്, നമുക്ക് പറഞ്ഞ് പ്രവേശിപ്പിക്കാം. ഇന്റർവ്യൂ ഓർഡറാണ്, മനസ്സിലായി? അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. പക്ഷെ ഇത് ക്ലോസ് ചെയ്ത് കിടക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു പരിമിതി ഇല്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, ഇപ്പൊ ഒരു വീട് ഇപ്പൊ ജപ്തി ആണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇതിനേക്കാളും വലിയ കടുത്ത നടപടികൾ സ്വീകരിക്കാറില്ല. അത് എല്ലാം ഓരോരോ ഫ്രെയിമിലല്ല കാണേണ്ടത്. നമുക്ക് എല്ലാം കൂടെ ഒരേ രീതിയിൽ പറയാൻ പറ്റും. ഇപ്പൊ ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് വേറെ സിറ്റുവേഷൻ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ ഈ അമ്മ ഈ രാത്രിയിൽ ഇവിടെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കും? നമ്മളോട് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, പോലീസ് ഉണ്ടാവും. ഇതാണ് മരട് CIയുടെ സ്റ്റേഷൻ ഹൗസ്. ഞാൻ മരട് CI പാലാരിവട്ട CI സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഈ ലൊക്കേഷനിലേക്ക് ബൈ ഓർഡർ എത്തിയതാണ്. ജസ്റ്റ് വന്നതാണ്. ഓക്കെ, വ്യക്തമാണ്. പാലാരിവട്ടം നിങ്ങൾ വേറെ ഇന്റർപ്രിട്ടേഷൻ പാലാരിവട്ട CI ആണ്. മരട് CI സ്ഥലത്തില്ലാത്തതിനാൽ പാലാരിവട്ടം CI ആണ് സ്ഥലത്തെത്തിയിരിക്കുന്നത്. ഈ നാട്ടുകാരുമായി സംസാരിച്ചു, ജനപ്രതിനിധികളുമായി സംസാരിച്ചു. ഈ പോലീസിന്റെ ഭാഗത്ത് ഇതിലൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്താ അറിയാമോ? ഈ ഇടക്കാല ഓർഡർ ഇടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇടക്കാല ഓർഡർ കോടതി ഇടപെടുന്നത് വളരെ അർജൻസി ആയിട്ടുള്ളൊരു മാറ്റർ അതിലുണ്ടെന്ന് കണ്ടിട്ടാണ്. വളരെ അർജന്റായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ടാണ്, ഇന്ന് തന്നെ ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഇടക്കാല ഓർഡർ ഇടുന്നത്. അതായത് സാധാരണ നല്ലൊരു കേസ് വന്നു കഴിഞ്ഞാൽ എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ചിട്ട് എതിർകക്ഷിയോട് വന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അതെല്ലാം സത്യമാണ്.
പക്ഷേ ഈ കേസിൽ 78 വയസ്സായുള്ള ഒരു സ്ത്രീയുടെ കാര്യത്തിൽ കോടതി ഇടപെടണമെന്നുള്ളത് മാനുഷിക പരിഗണന വെച്ചിട്ടും ഇതിന്റെ അർജൻസി വെച്ചിട്ടുമാണ് ഇങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കിയിരിക്കുന്നത്. അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അടിയന്തരമായിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ഇവരെ കയറ്റണം എന്നാണ്. പോലീസ് ഇപ്പോൾ 4 മണിക്കൂറായിട്ട് ഇവരെ പറഞ്ഞിട്ട് പോലീസ് ഒരു നടപടി എടുത്തിട്ടില്ല. ഇവരെവിടെയാണ് താമസിക്കുന്നതെന്ന് ഈ മരട് പോലീസിലുള്ളവർക്കും അറിയാം, ഇപ്പോൾ വന്നിരിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർക്കും അറിയാം. പക്ഷെ അവിടെ പോകാനുള്ള നടപടി അവരെ എടുത്തിട്ടില്ല. അവിടെ പോയിട്ട് ഈ താക്കോല് മേടിക്കാവുന്നതേ ഉള്ളൂ. അവിടെ പോയി താക്കോല് മേടിച്ചു കൊണ്ടുവന്നിട്ട് തുറക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ പുറകിൽ വളരെ വ്യക്തമായിട്ട് ആരുടെയോ ചരടുവലികളുണ്ട്. അത് നാട്ടുകാർക്ക് അറിയാം. ഞാനത് ഒരാളെ അപമാനിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നിങ്ങളുടെ നാട്ടുകാരുടെ തീരുമാനം, അമ്മയ്ക്ക് രാത്രിയിൽ പോലീസ് പറയുന്നു അമ്മയ്ക്ക് സംരക്ഷണം കൊടുക്കാം, അമ്മയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാം എന്നൊരു നിലപാടാണ് പോലീസ്. അമ്മ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് ഞങ്ങൾ ആക്ട് ചെയ്യും. അമ്മ പറയുന്നത് പുറത്തിരിക്കുകയാണ്. അമ്മ അകത്ത് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഏത് രീതിയിലാണ്? നിയമം കയ്യിലെടുക്കുന്നല്ല അതിന്റെ അർത്ഥം. അമ്മയ്ക്ക് അവകാശപ്പെട്ടൊരു നീതി മേടിച്ചു കൊടുക്കലാണ്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇതാണ് കാരണം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഒന്നടങ്കം ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. ജനപ്രതിനിധികളും അതായത് നാട്ടുകാരും പോലീസും തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ പോലീസ് ഈ അമ്മയ്ക്ക് നീതി നടപ്പാക്കാത്തതിനെതിരെ, അതായത് ആർഡിയുടെ ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ആളുകൾ നിയമം കയ്യിലെടുക്കരുതെന്ന് MLA നിർദ്ദേശം നൽകി. കാരണം ഒരു ഘട്ടത്തിൽ ഈ ഗേറ്റ് പൊളിച്ചു, ആളുകൾ ഗേറ്റ് പൊളിച്ചാണ് അമ്മയെ സിറ്റ് ഔട്ടിലേക്ക് കയറ്റിയത്. വീട് പൊളിച്ച്, അതായത് വീടിന്റെ കതക് പൊളിച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കും എന്നാണ്, അമ്മയെ പ്രവേശിപ്പിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ജനപ്രതിനിധികൾ സംയമനം പാലിക്കാൻ നിർദ്ദേശം നൽകുന്നുണ്ട്. നാളെ സ്റ്റേ എടുക്കാനുള്ള പരിപാടി അതൊക്കെ. ഇപ്പോൾ എന്താ ഇതിന്റെ അകത്ത് അല്ല, വീട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. മകളുടെ വീട് അറിയാവുന്ന ആളുണ്ട്. വീട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനങ്ങുന്നില്ല, ആളെ വിട്ടിട്ടുണ്ടെന്നും അറിയാം. എല്ലാരും ഇവിടെ വട്ടം കറങ്ങുന്നുണ്ട്. കൊച്ചിയിൽ വൃദ്ധമാതാവിനോട് മകളുടെ കൊടും ക്രൂരതയാണ്. തൃപ്പൂണിത്തുറ തൈക്കൂടത്താണ് ഈ ഒരു സംഭവം. ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് News 18 ആണ്. അതിന് തുടർച്ചയായി പോലീസും ജനപ്രതിനിധികളും അവിടേക്ക് പാഞ്ഞെത്തി. ഏതായാലും വൃദ്ധ മാതാവ് ഇപ്പോൾ നാട്ടുകാർ ഗേറ്റ് പൊളിച്ച് സിറ്റ് ഔട്ടിൽ ഇരുത്തിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അസഹനീയമായ, ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ചയാണ് News 18 ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ പായ വിരിച്ച് അതിന് മുകളിൽ ആ പായയിൽ കിടക്കുന്ന അമ്മയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടോം, ഇന്ന് രാത്രി തന്നെ അമ്മയെ വീടിനകത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പോലീസ് വിജയിക്കുമോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാമെന്ന് പറയുന്നുണ്ട്. അമ്മ പോകത്തില്ല. എനിക്ക് ഈ വീട് മതി, എനിക്കെങ്ങും പോകൂലേ. അമ്മ ഇവിടെ തന്നെ കിടക്കുവാണ്. ഇവിടെ തന്നെ കിടക്കും. പക്ഷെ പോലീസ് പറഞ്ഞു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാം, അമ്മയ്ക്ക് സംരക്ഷണം കൊടുക്കാം. വേണ്ട, എനിക്കൊന്നും വേണ്ട. അമ്മയുടെ വീട്ടിൽ തന്നെ കയറണം. എനിക്ക് എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും കിടന്ന് മരിച്ചെടുത്തോളം എനിക്കും മരിക്കണം. എനിക്കെങ്ങും പോകണം. ഇപ്പോൾ നാട്ടുകാരടക്കം അമ്മയ്ക്ക് വലിയ പിന്തുണയായിട്ട് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് സംരക്ഷണം കൊടുക്കും. പോലീസ് പറയുന്നത് ഇവിടെയാണെങ്കിലും സംരക്ഷണം തരാമെന്ന്. പക്ഷെ പോലീസ് ഒരു നീതി നടപ്പാക്കുന്നില്ല, അമ്മയ്ക്ക് നീതി നടപ്പാക്കി തരുന്നില്ല എന്നൊരു പരാതി ഉണ്ടോ? ഉണ്ട്. അവരല്ല ചെയ്തു തരേണ്ടത്. അവർ ചെയ്തു തന്നില്ലല്ല. അവരോട് പറയുമ്പോൾ അവർ ഒന്നും പറഞ്ഞാൽ അവർ പോകും. പോലീസുകാരല്ലേ ഇത് ചെയ്തു തരേണ്ടത്, അവർ ചെയ്യണില്ല. ഈ ഇളയ മകളായിട്ട് സംസാരിച്ചായിരുന്നു. ഇത് കണ്ടോ? മകൾ കണ്ടോ ഇവിടെ ഈ അമ്മയുടെ ആ ദയനീയാവസ്ഥ? അതിപ്പോ അറിഞ്ഞിട്ടില്ല, അത് വരുമായിരിക്കും, അതാണ് അറിയില്ല. ഈ മകളോ, അതായത് അമ്മനെ ഇവിടുന്ന് ഇറക്കി വിട്ട മകളുണ്ടല്ലോ, ഈ മകളെ ബന്ധപ്പെടാൻ കഴിഞ്ഞോ? ഇല്ല, അവള് വിളിക്കാറില്ല. വിളിച്ചാലെടുക്കൂല. ഫോൺ ആരുടെയും അടുത്തെന്ന് ഞാൻ ചോദിക്കും, ഒന്ന് വിളിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോ വിളിച്ചാ എന്റെ ഇതാണെന്ന് ഒന്നും എടുക്കൂല. എന്താ കാര്യമൊന്നും എനിക്ക് ഇതുവരെ അറിഞ്ഞൂടാ. ഇതാണ് സുവി, അമ്മയുടെ ഒരു അവസ്ഥ ഇതാണ്. അമ്മ നമുക്ക് കാണാൻ കഴിയും, അമ്മ സ്വന്തം വീടിന് മുന്നില് വീടിന് പുറത്ത് കിടക്കുകയാണ്. അകത്ത് പ്രവേശിക്കാൻ കഴിയാതെ വീടിന് പുറത്തിരിക്കുന്ന ഒരു വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ തൃപ്പൂണിത്തുറ തൈക്കൂടത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. അതായത് News 18 ആണ് ഈ സംഭവം ആദ്യം പുറം ലോകത്ത് എത്തിക്കുന്നത്. ഈ അമ്മയുടെ ദയനീയാവസ്ഥയെക്കുറിച്ച് ആദ്യം പുറം ലോകത്ത് എത്തിക്കുന്നത്. ഇപ്പോൾ പോലീസ് വന്നു, അതായത് മരട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരെത്തി. ഇതിന് മരട് CI സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സ്ഥലത്തില്ലാത്തതിനാൽ പാലാരിവട്ടം CI ഇവിടെ എത്തിയിട്ടുണ്ട്. പാലാരിവട്ടം CI ജനപ്രതിനിധികളുമായി സംസാരിച്ചു. RDOയുമായിട്ട് പോലീസ് ബന്ധപ്പെട്ടു. പക്ഷേ
RDO പറഞ്ഞത് നാളെ ഈ അമ്മയുമായി ഓഫീസിലേക്ക് എത്തുക, അവിടെ വെച്ച് തീരുമാനമുണ്ടാക്കാമെന്നാണ് മരട് CIയോട് RDO പറഞ്ഞത്. MLAയുമായി സംസാരിച്ചപ്പോഴും സമാനമായ മറുപടിയാണ് RDO നൽകിയത്. അതായത് ഈ രാത്രി മുഴുവൻ സ്വന്തം അവകാശപ്പെട്ട, അതായത് അവരുടെ സ്വന്തം സ്ഥലത്ത് സ്വന്തം വീട്ടിൽ അകത്ത് പ്രവേശിക്കാൻ കഴിയാതെ ഒരു അമ്മ പുറത്ത് കിടക്കേണ്ട ഒരു ദയനീയമായിട്ടുള്ള സ്ഥിതി, ഒരു മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ് സ്വന്തം മകളുടെ ഭാഗത്ത്. നമുക്കറിയാം, സാധാരണ മരുമക്കളൊക്കെ ഇതേ രീതിയിൽ പ്രവർത്തിച്ച കൊല്ലത്ത് അടുത്ത ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കൊല്ലത്തൊരു മരുമകള് അമ്മായിയമ്മയെ ക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത്. പക്ഷെ അതിനേക്കാളും ദയനീയമായിട്ടൊരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ തുടക്കം മുതൽ ഇന്ന് വൈകുന്നേരം മുതൽ ചേട്ടനൊക്കെ ഈ നാട്ടുകാരായിട്ടുള്ളവരൊക്കെ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഈ അമ്മയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാം ഈ രാത്രി ഉറക്കളൊക്കെ എന്തിനും തയ്യാറാണ്? അതായത് ഒരു കാര്യം ശ്രദ്ധിക്കണം സുവി, സ്വന്തം മകള് കാണിക്കാത്ത ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം ഈ നാട്ടുകാർ കാണിക്കുന്നു. അത് കാണിക്കും. അത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചുള്ള ഇതായിരിക്കും. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും ഒരു ഈ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചുണ്ട്. പക്ഷെ ഇതിനകത്ത് എന്തുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ മകളുടെ ഇപ്പോഴുള്ള കൂടെ നിൽക്കുന്ന ആൾക്ക് ഇത്തിരി പിടിപാടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉന്നത കളിയാണ് ഈ പോലീസുകാരൊക്കെ ഇങ്ങനെ കളിക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ ഇത് തുറന്നു കൊടുക്കുക, അത് കൊടുക്കാത്തത് ഇവരുടെ പാർട്ടി ഇടപെടലുണ്ട്. ഇവരിപ്പോൾ ഭരിക്കുന്ന പാർട്ടിയാണ് CPM ആണല്ലോ, അതിൻ്റെ പോലീസും ഇത് ഭയന്നിട്ടാണോ? പോലീസും അവരുടെ ഇതിനകത്താണ് നിൽക്കണം. അല്ലെങ്കിൽ പണ്ടേ ഇത് താക്കോല് മേടിച്ച് പനമ്പള്ളി അറിയുന്ന മോളുടെ അടുത്ത് നിന്ന് താക്കോല് മേടിച്ച് തുറന്നു കൊടുക്കുക. അത് കൊടുക്കാത്തത് ഇവരുടെ മോളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടാണ്. അതാണ് മനഃപൂർവ്വം അത് ഇവർ ചെയ്യാത്തത്. ഇവർ ഓരോരുത്തർ വന്ന് നിന്നിട്ട് കാര്യമില്ല, ഇവർ വന്നിട്ട് പോകും. 6 മണി 5 മണി തുടങ്ങി ആ അമ്മ ഇവിടെ വന്ന് നിൽക്കണേ ഈ വീടിൻ്റെ പുറത്ത്. 5 മണിക്കൂറായിട്ട് അമ്മ ഇവിടെ ഇരിക്കുന്ന അവസ്ഥ. എന്നിട്ട് ഈ പോലീസുകാർക്ക് ഇത് തുറന്ന് അകത്ത് കയറ്റാനുള്ള ഒരു ഇത് ചെയ്യാത്ത ഓർഡറുള്ളതല്ലേ, അതെന്തുകൊണ്ട് ചെയ്യാത്ത? ഇത് നേരത്തെ മുതൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണോ ഇങ്ങനത്തെ ഒരു വർഷമായി അമ്മേനെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കി അവർ വീടും പൂട്ടി പോയത്. ഇതാണ് ഈ 1 വർഷമായിട്ട് ഈ അമ്മയെ, 1 വർഷം മുൻപാണ് അമ്മയെ സ്വന്തം വീട്ടിൽ നിന്നും ഇറക്കി വിട്ട ഒരു സാഹചര്യമുണ്ടായത്. അതായത് അമ്മേനെ തെറ്റിദ്ധരിപ്പിച്ച് ഇവർ പുറത്തേക്ക് പോവുകയാണ്, ഒരു ക്ഷേത്ര ദർശനത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അമ്മയെ ഇളയ മകളുടെ അടുത്തേക്ക് വിടുന്നു. 1 വർഷമായി അമ്മ ഇളയ മകളുടെ അവസ്ഥ അടുത്തായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് അമ്മ നിയമപോരാട്ടം നടത്തിയത്, പോലീസിനെ സമീപിച്ചത്, പോലീസിൽ പരാതി നൽകി. അതിന് നാട്ടുകാരുടെയും മറ്റ് പ്രാദേശിക ജനപ്രതിനിധികളൊക്കെ പിന്തുണയുണ്ടായിരുന്നു. പിന്നീട് RDOയെ സമീപിച്ചു. കഴിഞ്ഞ ദിവസം RDO പുറപ്പെടുവിച്ച ഉത്തരവാണിത്. ഈ ഉത്തരവിൽ കൃത്യമായും പറയുന്നുണ്ട്, അടിയന്തരമായി മരട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഈ നീതി നടപ്പാക്കണം, അമ്മയെ വീടിന് ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ RDOയുടെ ഈ ഉത്തരവിലുള്ളതാണ്. പക്ഷേ പോലീസ് അവിടെ ഒരു പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം, നിയമത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നത്. അതിനാണ് വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ കോൺഗ്രസിന്റെയും BJPയുടെയും മറ്റ് CPMന്റെ ഒക്കെ പ്രതിനിധികൾ, പ്രാദേശിക നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ നാട്ടുകാർ ഒന്നടങ്കം ഇവിടെ എത്തിയിരിക്കുകയാണ് അമ്മയ്ക്ക് നീതി നടപ്പാക്കാൻ വേണ്ടി, അമ്മയെ വീടിനുള്ളിൽ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യവുമായി. പക്ഷേ നമുക്കറിയാം, ഇവിടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അവരുടെ ഭാഗത്തുനിന്നും അവർ മടിച്ചു നിൽക്കുന്നു, നിയമം നടപ്പാക്കാൻ മടിച്ചു നിൽക്കുന്നു. പോലീസ് പറയുന്നത് തങ്ങൾക്ക് വീട് പൊളിച്ചകത്ത് കയറാൻ കഴിയില്ല, 1 ദിവസം കാത്തിരിക്കൂ, 1 ദിവസം നിങ്ങൾ കാത്തിരുന്ന് നാളെ RDOയുമായി ചർച്ച നടത്തി പിന്നീട് ചർച്ച നടത്തിയ ശേഷം ഞങ്ങൾ അമ്മയെ പ്രവേശിപ്പിക്കാം, അമ്മയ്ക്ക് രാത്രിയിൽ സുരക്ഷ കൊടുക്കാം, ഷെൽട്ടർ ഹോമിലേക്ക് അമ്മയെ മാറ്റാം, അവിടെ സുരക്ഷ കൊടുക്കാമെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, അമ്മയുടെ സ്വന്തം വീടിന് പുറത്താണ് ഒരു വൃദ്ധയായ സ്ത്രീ ഇവിടെ ഈ വീടിന് പുറത്ത് നിൽക്കേണ്ട ഒരു ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നമ്മൾ 9 മണിക്കാണ് ഇവിടെ, 8:45 ന്യൂസ് 18 ഇവിടെ ആദ്യം എത്തുന്നു, ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ 10:15 കഴിഞ്ഞ് 1.5 മണിക്കൂറായി നമ്മൾ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ഈ അമ്മ ഈ വീടിന് പുറത്ത് ഇരിക്കുകയായിരുന്നു. നമ്മൾ വന്ന സമയത്ത് അമ്മ ഗേറ്റിന് പുറത്തായിരുന്നു. ഈ ഗേറ്റിന് പുറത്ത് അതിനുശേഷം ഇവിടുത്തെ നാട്ടുകാര് ഗേറ്റ് പൊളിച്ച് അമ്മയെ അകത്ത് പ്രവേശിപ്പിച്ചു. ടോം, ഈ വിഷയത്തിൽ മരട് പോലീസിന്റെ ഒരു അനാസ്ഥ അത് ആദ്യം മുതൽ തന്നെയുണ്ട്. RDO നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു മരട് പോലീസ് അമ്മയ്ക്ക് സംരക്ഷണം കൊടുക്കണമെന്ന്. എന്നാൽ അത് ഇത്രയും ദിവസമായിട്ടും പോലീസ് വൈകിപ്പിച്ചു. ഇപ്പോൾ ഈ അമ്മ ഈ സിറ്റ് ഔട്ടിൽ ഒരു പായ വിരിച്ച് കിടക്കുന്ന ഇത്രയും വലിയ ദുഃഖകരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും പോലീസിന്റെ ഒരു നടപടി എന്ന് പറയുന്നത് 1 ദിവസം കൂടെ ക്ഷമിക്കൂ എന്നാണ്. എന്തെങ്കിലും തരത്തിൽ ഈ മൂത്ത മകളെ വിളിക്കാനോ അവരുമായി ഫോണിൽ ബന്ധപ്പെടാനോ ഉള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ? എന്താണ് ഈ മൂത്ത മകളുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ ടോം? എന്താണ് അവർ പറയുന്നത്?
സുവി, നമുക്കറിയാം നമ്മൾ വന്ന സമയം മുതൽ ഇവിടുത്തെ നാട്ടുകാരും ജനപ്രതിനിധികളും ഒന്നടങ്കം ഈ മാറി മാറി മകളെ വിളിക്കുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അവർ യാതൊരു വിധത്തിലും ഒരു തുറന്ന സമീപനം സ്വീകരിക്കുന്നില്ല. അവർ ഫോൺ എടുക്കുന്നില്ല. മാത്രമല്ല, പോലീസ് അവരെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. പോലീസിനും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇവർ തൊട്ട് സമീപത്ത്, അതായത് ഈ പനമ്പള്ളി നഗറിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ മകളുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടേക്ക് പോലീസ് ആളെ അയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രാത്രി തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ നാട്ടുകാർക്കുണ്ട്. അതല്ലെങ്കിൽ അമ്മയ്ക്ക് രാത്രി മുഴുവൻ ഈ അമ്മയ്ക്ക് കാവൽ നിൽക്കാനാണ് ഇവിടുത്തെ ജനപ്രതിനിധികളടക്കമുള്ളവരുടെ തീരുമാനം. നമുക്ക് അറിയാൻ കഴിയും. ഇവിടെ വാർഡ് കൗൺസിലറുണ്ട്, മറ്റ് ജനപ്രതിനിധികളും, അതായത് MLA-യും ഉമാ തോമസ് MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ അമ്മയ്ക്ക് കൂട്ടിരിക്കുകയാണ്. പോലീസും പറയുന്നു രാത്രിയിൽ അമ്മയ്ക്ക് സംരക്ഷണം കൊടുക്കുക. നാട്ടുകാരും പറയുന്നുണ്ട്. അതായത് ഈ സ്വന്തം മകൾ കാണിക്കാത്ത ആ ഒരു മാനുഷിക പരിഗണന, മാനുഷികമായിട്ടുള്ളൊരു മുഖമാണ് നമുക്ക് ഇവിടുത്തെ ഓരോ നാട്ടുകാരിലും കാണാൻ കഴിയുന്നത്. നാട്ടുകാർ ഈ ഉറക്കമിളച്ച്, ഇവിടുത്തെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉറക്കമിളച്ച് നമുക്കത് ഈ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ അമ്മയ്ക്ക് കൂട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അത്രയ്ക്കും ഒരു മകൾ കാണിക്കാത്ത മര്യാദയാണ്, ഒരു സ്നേഹമാണ് ഈ നാട്ടുകാർ സ്വീകരിക്കുന്നത്. MLA, ഇപ്പോൾ ഈ അമ്മ ഇവിടെ തന്നെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് രാത്രി മുഴുവനും. ഈ നാട്ടുകാരും പറയുന്നത് അവരും ഉറങ്ങത്തില്ല, അമ്മയ്ക്ക് കൂട്ടിരിക്കുന്നു. ശരിക്കും തീർച്ചയായിട്ടും അമ്മയ്ക്ക് എന്തായാലും ഇവർ ഈ പ്രൊട്ടക്ഷൻ ഇതിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത് പോകാൻ ഒട്ടും താല്പര്യമില്ല. ഇതിപ്പോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രൊട്ടക്ഷൻ ഇതിലേക്ക് കൊണ്ടുപോയിട്ട് നാളെ മറ്റേവര് സ്റ്റേ കൊടുക്കും. ഒരു സംശയമില്ലാത്ത കാര്യം. വേണ്ട, അതെ ഫാനും കൊണ്ടുവരുന്നു. അമ്മയ്ക്ക് സകല ഇത് ഇവര് കൊടുക്കും. അമ്മ ഭക്ഷണം കഴിച്ചിരുന്നോ? ഭക്ഷണം കഴിച്ച് വേണ്ട, ഇപ്പൊ വേണ്ട, എനിക്ക് കഴിച്ചില്ല. അമ്മയുടെ മകള് കാണിക്കാത്ത സ്നേഹം നാട്ടുകാരൊക്കെ കാണിക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു? നാട്ടുകാരാണ് അവർക്ക് കൊടുക്കൂല മോനെ. ഈ സ്ഥലം എനിക്ക് തന്നെ തിരിച്ചു കിട്ടണം. എനിക്ക് തന്നെ, അവർക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ എന്തിനാ കൊടുക്കണം? അമ്മയുടെ സ്ഥലം ഈ 2 മക്കൾക്കുമായിട്ട് ഭാഗിച്ചു കൊടുത്തതാണ്. അപ്പൊ അത് എനിക്ക് തിരിച്ചു കിട്ടണം. ഇനി ഞാൻ കൊടുക്കൂല അവർക്ക്. ഈ നാട്ടുകാർക്ക് കൊടുത്താലും അവർക്ക് കൊടുക്കാൻ പാടില്ല. അത്ര ദുഷ്ട മക്കളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഈ അമ്മയുടെ ഈ അവസ്ഥ കാണണല്ലേ? അവളൊക്കെ കാണണല്ലേ? മറ്റേ ഇതാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഒരു സ്നേഹം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മകള് കാണിക്കാത്ത സ്നേഹം ഞാൻ ഈ മകളിത് അറിയുന്നില്ലയോ എന്നാ ഞാൻ വിചാരിക്കണേ. അവരെങ്ങനെയെങ്കിലും ഏതെങ്കിലും ചാനലിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ ആ അമ്മയെ ഓർത്തിട്ട് ആ മകൾക്ക് വരാൻ തോന്നണ്ടതല്ലേ? ഇവരൊക്കെ എന്ത് മക്കളാണെന്ന് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ എന്തോരം കഷ്ടപ്പെട്ട് വളർത്തിയത് ആ മക്കൾക്ക്. ഒരു വയസ്സങ്ങനെയുള്ള ഒരു വീട് സ്ഥലവും 20 സെന്റ് സ്ഥലം പാലാരിവട്ടത്തുള്ളത് വിറ്റിട്ട് മക്കളെ 2പേരെയും കല്യാണം കഴിപ്പിച്ച അമ്മയാണ്. അതൊരു കഷ്ടമാണ് ചെയ്യുന്നത്. ഈ കൗൺസിലർക്ക് ഈ വിഷയങ്ങളൊക്കെ നേരത്തെ മുതൽ അറിയാമായിരുന്നു. നിങ്ങൾ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കോ അല്ലെങ്കിൽ മകളുമായിട്ട് സംസാരിക്കാനൊക്കെ? അങ്ങനെ എനിക്ക് അവസരം കിട്ടിയില്ല. കാരണം ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്ന് 2 ദിവസം മുമ്പാണ് ഞാൻ അറിഞ്ഞത്. അപ്പോഴാണ് ഇവിടെ വന്നത്. അങ്ങനെ ഇവരായിട്ട് സംസാരിച്ചു. അമ്മ എൻ്റെ അടുത്ത് ഇരുന്ന് കരഞ്ഞു. ഞാൻ നേരത്തെ ഇതിലേക്ക് പോകുമ്പോൾ ഇവിടെ കയറും, ഇവരായിട്ട് ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മകളെ ഞാൻ പഠിപ്പിച്ചതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ കാണും, അമ്മ ഇവിടെ ഇരിപ്പുണ്ടാവും. അപ്പൊ അങ്ങനെ ഈ മകളോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അധ്യാപിക. പക്ഷെ ഇത് കഴിഞ്ഞ പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ. അധ്യാപിക എന്ന നിലയിൽ സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഈ അവസ്ഥയിൽ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നെ സ്വന്തം അമ്മേനെ സ്വീകരിക്കാത്തോളം എന്നെ സ്വീകരിക്കും. ടോം, ഇതിൽ നേരത്തെ മുതൽ തന്നെ പറയുന്നുണ്ട് ഒരു രാഷ്ട്രീയ സ്വാധീനമായിട്ട് ഇവിടെ എത്തുന്ന കാഴ്ചയാണ്. ഇതിപ്പോൾ നാട്ടുകാര് ഈ അമ്മയ്ക്ക് ഭക്ഷണവുമായി എത്തിരിക്കുകയാണ്. നമുക്കറിയാം 5 മണി മുതൽ, വൈകുന്നേരം 5 മണി മുതൽ ഭക്ഷണമോ വെള്ളമോ കുടിക്കാതെ അവർ ഈ അമ്മ വീടിന് മുന്നിലിരിക്കുകയായിരുന്നു. നീതിക്ക് വേണ്ടി, അതായത് തൻ്റെ വീടിനുള്ളിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്.
ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ചേച്ചി കൂടെ ഉണ്ട്. ശരിക്കും നാട്ടുകാർ വലിയൊരു പിന്തുണ നമുക്ക് കാണാൻ കഴിയും, ഒരു മാതൃകാപരമായിട്ടുള്ളൊരു പിന്തുണ. അമ്മേനെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അമ്മയോട് ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് എല്ലാവർക്കും അമ്മേനെ അറിയാം. അമ്മ കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ വളർത്തിയത്. അതിനുശേഷം കല്യാണം കഴിച്ചു കൊടുത്ത് പിന്നെ ഇവരെ കൂടി ഒരുമിച്ച് ജീവിക്കണ്. ഒരു പ്രശ്നം അമ്മേനെ കൊണ്ട് പറയാനില്ല. വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന വെച്ച കുടുംബമാണ്. പിന്നെ എന്തൊക്കെയോ വിഷയങ്ങൾ ഉള്ളിൽ വന്ന് അങ്ങനെയാണ് ഇപ്പം അവരമ്മനെ ന്യൂട്രടിച്ച് പുറത്താക്കി എന്ന് പറഞ്ഞേച്ചാൽ മതി. പുറത്താക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വാലടിച്ച് പോയി കളഞ്ഞ്. പിന്നെ അത് തുറക്കണില്ല. അതാണ് പ്രശ്നം. ഈ അമ്മേനെ ഒന്ന് കയറ്റി താമസിച്ചാൽ മതി. അവരുടെ അമ്മയാണല്ലോ, പുറത്താരുടെ അമ്മയല്ലല്ലോ. അപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിലോട്ട് വന്നേക്കണേണ്. അപ്പം ഞങ്ങൾക്ക് അമ്മ വന്നപ്പോഴത്തേക്കും നമുക്ക് പുറത്ത് തള്ളിക്കളയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമ്മൾ കൂടെ നിൽക്കണേണ്, ഒരു നീതി കിട്ടാൻ വേണ്ടിയിട്ട്. അമ്മ കയറി താമസിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അമ്മ മക്കൾക്ക് എഴുതി കൊടുത്തതിൻ്റെ ഒരു അവസ്ഥയാണ് കാണുന്നത്. സ്വത്ത് അവർക്ക് എഴുതി കൊടുത്തു, അതിൻ്റെ അവസ്ഥയാണ്. നമ്മുടെ പേര് വെച്ചിട്ടുണ്ടായിരുന്നില്ല എഴുതി കൊടുത്ത സമയത്ത്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ RDOയിൽ കംപ്ലൈൻറ്റ് കൊടുത്തത് അതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ RDOയുടെ ലെറ്റർ കൊണ്ടുവന്നിട്ടാണെങ്കിലും ഇവിടെ ഒരു ഫലപ്രാപ്തി ഇല്ലാത്ത പോലെ തോന്നണം. നാളെ എന്താവും അറിയില്ല. എന്തുകൊണ്ടാണ് ഈ നീതി വൈകുന്നത്? ഞാൻ കണ്ടത് ചേച്ചി ഇവിടെ ഞാൻ വന്നപ്പോൾ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഇവിടെ തുടക്കം മുതൽ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു മനസ്സിലാക്കണേ. അങ്ങനെ ഒരു വലിയ വ്യക്തിബന്ധം ഉണ്ടല്ലോ ഈ കുടുംബമായിട്ടുണ്ടോ? വ്യക്തിബന്ധമുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. അമ്മയായിട്ടും അവരുടെ വീട്ടുകാരും എല്ലാ മക്കളും ഒക്കെ ആയിട്ടും അതെ, എല്ലാവരും നല്ല സ്നേഹത്തോടെ പോയിരുന്ന വെച്ച കുടുംബം തന്നെയായിരുന്നു ഞങ്ങളായിട്ടൊക്കെ. പിന്നെ ഇടക്കാലം വെച്ചാണ് ഓരോ വിഷയങ്ങളൊക്കെ വന്നത്. ഈ സ്ഥലമൊക്കെ അമ്മയ്ക്ക് എഴുതി കൊടുത്ത അമ്മ ഈ മകൾക്ക് എഴുതി കൊടുത്ത ശേഷമാണോ ഇങ്ങനൊരു? അത് ഇപ്പം ഈ ഒരു കൊല്ലമായിട്ടുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നിട്ട്. ചേച്ചിട്ട് പുറത്താക്കിയിട്ട് 1 വർഷമായിട്ടുള്ളൂ. പുറത്തൊരു അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞാണ് പുറത്ത് കൂട്ടി പോയത്. പക്ഷെ അതിനുശേഷം തുറന്നിട്ടില്ല. പിന്നെ ചേച്ചി പല പ്രാവശ്യം വിളിക്കാൻ നോക്കിയിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. അതാണ്. അപ്പോൾ എങ്ങനെയും വീട്ടിൽ കയറി താമസിക്കണമെന്ന് പറഞ്ഞാണ് വന്നത്. ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞാൽ എങ്ങനെയും തുറന്നു തരണം, ഒന്ന് വിളിച്ച് പാർട്ടിക്കാരോട് പോലീസ് സ്റ്റേഷനിൽ പറയുന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അതുകൊണ്ടാണ് ഞങ്ങളത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത് തന്നെ. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞങ്ങൾക്കും അറിയാൻ പാടില്ല. അവരൊന്ന് തുറന്നു കൊടുക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. കാരണം അമ്മയാണല്ലോ, പുറത്താരും അല്ലല്ലോ. ഇവർക്ക് ഇവരുടെ ഇളയ മോൾക്ക് 22 ദിവസമുള്ളപ്പോൾ മരിച്ചതാണ് അച്ഛൻ. അപ്പൊ അന്ന് തുടങ്ങി രണ്ട് മക്കളും ചെറിയ പ്രായമാണ്. മൂത്ത മോൾ ഇപ്പൊ ഇവിടെ താമസിച്ച മോൾക്ക് 6 വയസ്സ്, മറ്റേത് 23 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഇവരുടെ അച്ഛൻ മരിച്ചിട്ട് ചേച്ചി മാതാ ലോഡ്ജിൽ ജോലിക്ക് പോയിട്ടാണ് ഈ കുട്ടികളെയൊക്കെ ശരിക്കും കഷ്ടപ്പെട്ടാണ് ചേച്ചി വളർത്തിയത്. ഈ പിള്ളേരെ വളർത്തി വലുതാക്കി. ചേച്ചിക്ക് അച്ഛനും ഇല്ല, ആങ്ങളമാരില്ല, ആരുമില്ല. ചേച്ചി ഒറ്റൊരു മോളാണ്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ പിള്ളേരൊക്കെ വളർത്തിയെടുത്ത് കല്യാണം കഴിച്ചു കൊടുത്ത്. അവിടെ പാലാടത്തുണ്ടായിരുന്ന 20 സെന്റ് സ്ഥലം വിറ്റ് പിള്ളേരെ കല്യാണം കഴിച്ചു കൊടുത്ത് അവർക്ക് അതിൻ്റെ സ്വത്തുകളെല്ലാം അങ്ങനെ തന്നെ വിധിച്ചതിന് കൊടുത്തു 2 പേർക്ക്. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന 5 സെന്റ് സ്ഥലവും ഈ സമയത്ത് ഈ മൂത്ത മോൾക്ക് എഴുതിയ സമയത്ത് ഇളയ മോൾക്കും എഴുതി കൊടുത്തു 2.5 സെന്റ് വീതം. 2 വീടുണ്ടായിരുന്നു. ചെറിയ വീടാണ് അപ്പുറത്തുള്ളത്. ഇതൊരു നല്ല വീടായിരുന്നു. പക്ഷേ ഇത് പൊളിച്ചിട്ടാണ് ഈ മൂത്ത മോള് ഈ വീട് പണിതത്. അതിൻ്റെ ഭർത്താവ് മരിച്ചിട്ടാണ് അത് വന്നേച്ചത് ഇവിടെ. അപ്പോഴാണ് രക്തസാക്ഷി വിദ്യാധരൻ്റെ ഭാര്യയാണിത്. അപ്പോൾ ആ പുള്ളിക്കാരത്തി ഇവിടെ വന്നപ്പോഴത്തേക്കും താമസിക്കാൻ അവരുടെയും ചെറിയ പിള്ളേരായിരുന്നു. അതുകൊണ്ടാണ് ആ വീട് പണിയാൻ ഞങ്ങളാണ് കൂടുതൽ നിന്നിരുന്നത്. എഴുതി കൊടുക്കാനും ഞങ്ങളതിന് പാർട്ടിയുടെ സഹായമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വീടൊക്കെ പണിതതും. സഹായങ്ങൾ എല്ലാവരും സഹായം ഉണ്ടായിരുന്നു. പാർട്ടി കുടുംബമാണ്. പക്ഷെ പാർട്ടിയുടെ സമീപനം പാർട്ടി കുടുംബമാണ് ഇവര്. രക്തസാക്ഷിയുടെ കുടുംബമാണല്ലോ. അപ്പൊ ആ ഒരു ഇത് പാർട്ടി അവർക്ക് കൊടുക്കുന്നുണ്ട്. അതാണെന്ന് തോന്നുന്നു. സംരക്ഷണം കൊടുക്കുന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണ് ഈ അമ്മയ്ക്കും കൂടെ കൊടുക്കേണ്ടത്. അതെന്താണ് ചെയ്യാത്തെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ഞാൻ പാർട്ടിക്കാരത്തിയാണ്. ബ്രാഞ്ച് സെക്രട്ടറി. പക്ഷെ ഇങ്ങനെ ഒരു പാർട്ടി നേതൃത്വത്തിനെതിരെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ, കാരണം അവരൊരു ഒരു വശത്ത് മകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങളിങ്ങനെ അമ്മയ്ക്കൊപ്പം നിൽക്കുന്നതുകൊണ്ട് വേറെ സമ്മർദ്ദം വല്ലതും ഉണ്ടോ? അത് ഉണ്ടാവുമല്ലോ ഞങ്ങൾക്ക്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിർഭയ വാളണ്ടിയറും കൂടിയാണ്. അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അപ്പം ഞാനത് പറഞ്ഞു. ബ്രാഞ്ച് സെക്രട്ടറി നിലയിൽ അല്ല ഞാനിവിടെ നിൽക്കണത്, ഞാൻ നിർഭയ വാളണ്ടിയർ നിലയിൽ. അപ്പം എൻ്റെ വീട്ടിലുള്ള ആൾക്കാരും എന്നോട് പറഞ്ഞു എന്തിനാണ് നിൽക്കുന്നത്. എൻ്റെ വീട്ടിലെല്ലാവരും വിളിച്ച് പറഞ്ഞു നിൽക്കല്ലേ പ്രശ്നം ഉണ്ടാവും, ഭീഷണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനൊരു നിർഭയ വാളണ്ടിയർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ അമ്മയുടെ കൂടെ നിൽക്കണത്. കാരണം ഒരമ്മമാരും ഇങ്ങനെ വേദനിച്ച് നടക്കാൻ പാടില്ല. 2 മക്കളുണ്ട്, അവർക്ക് സ്വത്തുണ്ടായത് എഴുതി കൊടുത്ത് അത് എഴുതി കൊടുക്കാൻ നിന്നുവെച്ചാൽ ഞാൻ തന്നെയായിരുന്നു. ആ സമയത്ത് ഈ ജിജോനാണെങ്കിലും സിജിക്കാണെങ്കിലും നിന്നുവെച്ചത് ആ സമയത്ത് ഞാൻ തന്നെയാണ്. അവർക്ക് വേണ്ടി എഴുതി കൊടുക്കാനും അതിൻ്റെ കൂടെ നടക്കാനും എല്ലാം ഉണ്ടായത്. അപ്പോൾ ഇത് മക്കൾ നോക്കാണ്ടായപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി എനിക്ക് വന്നു, അവരുടെ കൂടെ നിന്ന് സഹായിക്കണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി
സഹായിക്കാൻ തീരുമാനിച്ചേക്കണാണ്. അമ്മേനെ കുറച്ചാൾ എത്ര നാൾ ജീവിച്ചിരിക്കും, കിടക്കട്ടെ. ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ, അത് ഈ വിഷയത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിലല്ല, ഒരു മനുഷ്യത്വമുള്ള വ്യക്തി എന്ന നിലയിൽ വിഷയത്തിൽ ഇടപെട്ടു. അതിന്റെ പേരിൽ ഇപ്പോൾ ഈ മണിക്കൂറുകൾക്കിടെ എന്തെങ്കിലും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഫോൺ വിളിയോ അല്ലെങ്കിൽ സമ്മർദ്ദം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല, എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർക്കൊന്നും പറയാനില്ലല്ലോ. കാരണം ഞങ്ങൾ നാട്ടുകാരും കൂടിയാണ്. അപ്പൊ ഞങ്ങളോട് ജനങ്ങളുടെ വിഷയമാണല്ലോ. അപ്പൊ മൊത്തം നമ്മുടെ എല്ലാവരും ഇവിടെ മിക്ക ആൾക്കാരും പാർട്ടിക്കാർ തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടിയൊക്കെയാണ്. കാരണം ഒരു അമ്മയാണല്ലോ. അമ്മക്ക് ഇങ്ങനെ നീതി ഉപേക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് താമസിക്കേണ്ട വീടല്ലേ ഇത്. അപ്പൊ അത് മക്കളത് മനസ്സിലാക്കി ചെയ്യേണ്ടതാണിത്. ഇത്രയും ഉന്നത തലത്തിൽ നിന്ന് സ്വാധീനമുണ്ട് വിധി നടപ്പാക്കാതിരിക്കാൻ, അതായത് ആർഡിയുടെ ഉത്തരവ് നടപ്പാക്കാതിരിക്കാൻ പോലീസിന് മേൽ സമ്മർദ്ദം ഉണ്ടെന്നൊക്കെ ആക്ഷേപം പലരും പറയുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കണം. കാരണം ആർഡിയുടെ ഉത്തരവ് കൊണ്ടുവന്നിട്ട് പോലും അത് നടപ്പിലാക്കാൻ പോലീസുകാർക്ക് സാധിക്കുന്നില്ല. അപ്പം പിന്നെ നമ്മൾ എന്ത് പറയാനായിട്ടാണ്? പിന്നെ ആർക്കാണ് ഇവിടെ നീതി നടപ്പാക്കാൻ പറ്റുന്നത്? അത് ഞാൻ CIയോട് ചോദിച്ചായിരുന്നു. സാറിന് ഇത് പറ്റുന്നില്ലെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. കാരണം ഇത് നീതി നടപ്പാക്കാൻ പറ്റണില്ല. ഒരു അമ്മയുടെ കാര്യമാണ്, സീനിയർ സിറ്റിസനാണ്. ഇത്രയും പ്രായമുള്ള ഒരു അമ്മക്ക് നമ്മൾ സഹായം കൊടുക്കേണ്ടതിന് പകരം അവരെ പുറത്താക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കണം. എന്ത് പറയാനായിട്ടാണ് നമ്മൾ? ഓക്കെ, വ്യക്തമാണ്. ഇത് നമുക്കിപ്പോൾ ടോം നേരത്തെ പറയുകയുണ്ടായി മകൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന്. അവിടെ കൂടിയവരെല്ലാം തന്നെ പറയുകയുണ്ടായി. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇവർക്ക് ഈ മകളെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നത്? ആരുടെ പിന്തുണയാണ്? ടോം പറയുന്നുണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും ഇവർക്ക് എങ്ങനെയാണ് ഇത്ര വലിയൊരു പിന്തുണ ലഭിക്കുന്നത്? പ്രത്യേകിച്ചും പോലീസിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന തരത്തിലുള്ള പിന്തുണ എങ്ങനെയാണ് ലഭിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ 2 മണിക്കൂർ നേരമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരമ്മയുടെ മക്കൾ സ്വന്തം കിടപ്പാടം തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ കിടപ്പാടം സംരക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ, ഒരു പെറ്റമ്മയുടെ പോരാട്ടം, അതാണ് പ്രതിരോധിക്കുന്ന അമ്മയുടെ പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിന് പുറത്താക്കിയാണ് മകൾ കടന്നു കളഞ്ഞത്. അതിനുശേഷം മണിക്കൂറുകളായി അമ്മ ആ വീടിന് മുറ്റത്തിരിക്കുകയാണ്. ഒടുവിൽ നാട്ടുകാരിടപെട്ട് ഗേറ്റ് പൊളിച്ച് അമ്മയെ അകത്താക്കുന്നു. ഇപ്പോഴും അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. നിയമം ഉറപ്പാക്കേണ്ട പോലീസ് പോലും പറയുന്നത് അമ്മ ഇന്ന് ഷെൽട്ടർ ഹോമിലേക്ക് മാറട്ടെ, ബാക്കി കാര്യങ്ങൾ നാളെ തീരുമാനിക്കാമെന്നാണ് അമ്മ ഈ പോലീസ് പോലും പറയുന്നത്. നിയമം പാലിക്കേണ്ട പോലീസ് പോലും പറയുന്നത് അതാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇവർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇവർക്ക് ഇത്തരത്തിലൊരു പിൻബലം നൽകുന്നത് ഈ മകൾക്ക്? സുബി നമ്മോട് നേരത്തെ സംസാരിച്ചത് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഒരു വനിതാ നേതാവാണ്. അവർ തന്നെ പറഞ്ഞു അവരൊരു നിർഭയ പ്രതിനിധിയാണ്. ആ ഒരു വിഷയത്തിലാണ് സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഇടപെട്ടത്. അമ്മയ്ക്ക് നീതി നടപ്പാക്കാൻ വേണ്ടി, അമ്മയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി രംഗത്തെത്തിയതെന്ന്. അതായത് സ്വാഭാവികമായും പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദമുണ്ടെന്ന് പറയുമ്പോൾ CPM നേതൃത്വമായിരിക്കാം, CPM നേതൃത്വമാണ് ഈ അമ്മയെ മകൾക്കൊപ്പം നിൽക്കുന്നത്. അതായത് ഈ കേസ് അട്ടിമറിക്കാനുള്ള, വിധി നടപ്പാക്കാനുള്ള പോലീസിന് മേലുള്ള ആ ഒരു പോലീസിന്റെ ശ്രമത്തെ പോലും അട്ടിമറിക്കുന്നത്, പോലീസിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന വലിയ ആക്ഷേപം നേരത്തെ മുതൽ ഉയർന്നു വന്നതാണ്. അതിനകത്തെ രാഷ്ട്രീയം, അതായത് നാട്ടുകാർക്ക് രാഷ്ട്രീയമില്ല. ഇവിടെ എല്ലാ പ്രതിനിധികളും BJPയുടെയും കോൺഗ്രസിന്റെയും CPMന്റെയും ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കളുണ്ട്, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നേരത്തെ മുതൽ എത്തിയിരുന്നു. പക്ഷേ ഇവിടെ ഒരു പാർട്ടി CPM നേതൃത്വത്തിന്റെ ഇടപെടലാണ് ഇതിന് പിന്നിൽ എന്നൊരു ആക്ഷേപമാണുള്ളത്. പാർട്ടി കുടുംബമാണ്, പാർട്ടി അനുഭാവികളാണ്, പാർട്ടിയുമായി വലിയ ബന്ധമുള്ള ഒരു അമ്മയും മകളുമൊക്കെയാണ്. പക്ഷേ CPM മകൾക്കൊപ്പം നിൽക്കുന്നു. CPM നേതാക്കളുടെ സമ്മർദ്ദം മൂലമാണ് പോലീസ് വിധി നടപ്പാക്കാത്തത്. RDയുടെ ഉത്തരവുണ്ടായിട്ടും ഈ അമ്മയെ വീടിനകത്ത് പ്രവേശിപ്പിക്കാൻ തയ്യാറാകാത്തത് എന്ന ആക്ഷേപം നേരത്തെ ഈ ബ്രാഞ്ച് സെക്രട്ടറിയും പറഞ്ഞു. ഒരുപക്ഷെ അത്തരം സമ്മർദ്ദങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പോലീസിന് കാണും. അവർക്ക് പോലും ഈ നമ്മോട് നേരത്തെ സംസാരിച്ച് ഈ വനിതാ നേതാവിന് പോലും അവരുടെ വീട്ടുകാരിൽ നിന്നും വലിയ സമ്മർദ്ദമുണ്ടായി. ഇവിടെ നിന്നും പിന്തിരിഞ്ഞു പോകാൻ പറയുന്നു. മറ്റു പലർക്കും, ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന പലരുടെ മേൽ സമ്മർദ്ദം കാണും. പലരും ആദ്യഘട്ടത്തിൽ ഭയമുണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത്രയും പരസ്യമായ രീതിയിൽ ആളുകൾ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. നമ്മൾ ന്യൂസ് 18 രാത്രിയിൽ, അതായത് 8:45 നമ്മളിവിടെ എത്തുന്നത്. ഈ 8:45 എത്തുന്ന സമയത്ത് ഈ രീതിയിലുള്ള ഒരു പ്രതികരണം. പക്ഷെ പിന്നീട് നാട്ടുകാർ ഒന്നടങ്കം വലിയ പ്രതിഷേധവുമായി രംഗത്തുനിന്ന് ഈ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വേണ്ടി, രാത്രി മുഴുവൻ അമ്മയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി അവർ എത്തുന്നൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ, കൊച്ചു കുട്ടികൾ, കൈക്കുഞ്ഞുങ്ങളെ ആയിട്ടുമാണ് പല അമ്മമാരും
ഇവിടെ എത്തിയിരിക്കുന്നത്. അത്തരം കാഴ്ചകൾ, ടോം, അതായത് അതുപോലെ തന്നെ ഈ ഒരു പോലീസ് മകൾ കാണിക്കാത്ത പോലീസ് നേരത്തെ ഒരു പറയുകയുണ്ടായി, സ്നേഹം, മകൾ ഈ കാണിക്കാത്ത പോലീസ് സംരക്ഷണം നൽകും എന്നാണ് പോലീസ് പറഞ്ഞത്. ഇനി സംരക്ഷണം നൽകും എന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? ഇതിൽ എന്തെങ്കിലും ഒരു സമവായം ഉണ്ടാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമം നടക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ ഒരു ഉത്തരവിട്ടിരിക്കുന്ന RDO ആണ്. RDO പോലെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? കേട്ടോ, ഇതുവരെയും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് RDOയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നോ ഒരു അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുന്നില്ല എന്നാണ്. കാരണം പോലീസ് വന്നു, പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം അമ്മയ്ക്ക് വീടിനകത്ത് നമ്മളോട് തന്നെ, അതായത് പാലാരിവട്ടം സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കാണ് നിലവിൽ ഇതിന്റെ ചുമതലയുള്ള. അദ്ദേഹം, അതായത് മരട് CI സ്ഥലത്തില്ലാത്തതിനാൽ പാലാരിവട്ടം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സ്ഥലത്തെത്തിയിരുന്നു, ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. അമ്മയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാം, അമ്മയ്ക്ക് സംരക്ഷണം കൊടുക്കാമെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഈ അമ്മ വീടിന് പുറത്ത് സിറ്റ് ഔട്ടിൽ പാവിരിച്ച് അവിടെ കിടക്കുകയാണ്. നാട്ടുകാർ അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു, കഞ്ഞിയും മറ്റും അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അമ്മ അത് ഭക്ഷണം കഴിച്ചു. അതായത് വൈകുന്നേരം 5 മണി മുതൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഈ വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. അതായത് ഒരു 2 പെൺമക്കൾ ഉണ്ടായിട്ട്, അതായത് നേരത്തെ തന്നെ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു, ഈ മൂത്ത മകൾക്ക്, അതായത് ഇവിടെ നിന്നും ഈ അമ്മ ഇറക്കി വിട്ട മകൾക്ക് 6 വയസ്സും ഇളയ മകൾക്ക് 23 ദിവസവും മാത്രം പ്രായമുള്ള സമയത്താണ് ഈ അമ്മയുടെ ഭർത്താവ് മരിക്കുന്നത്. പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ അമ്മ തൻ്റെ പ്രിയപ്പെട്ട 2 പെൺമക്കളെ വളർത്തുന്നത്. പക്ഷെ അവർ അതിലൊരു മകളുടെ അടുത്തായിരുന്നു അമ്മ കഴിഞ്ഞ 1 വർഷത്തോളമായി. അവിടെ നിന്നുകൊണ്ടാണ് നിയമപോരാട്ടം നടത്തിയത്. പോലീസിലും RDOയ്ക്കും മറ്റും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത്. RDOയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടായി. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് തയ്യാറാകാത്തത്? അതാണ് വലിയ പ്രതിഷേധത്തിന് കാരണം. അവിടെയാണ് രാഷ്ട്രീയ ഇടപെടൽ എന്നൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ചില അട്ടിമറികൾ ഉണ്ടാകുന്നു, പോലീസിന് മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നു. പോലീസിനോട് നമ്മൾ ചോദിച്ചപ്പോൾ സ്വാഭാവികമായും പോലീസ് അത് പരസ്യമായി പറയത്തില്ല. പോലീസിന് മേൽ ഇത്ര സമ്മർദ്ദമുണ്ടെന്ന് അല്ലെങ്കിൽ ഇടപെടലുകൾ ഉണ്ടെന്ന് പോലീസ് പറയത്തില്ല. പക്ഷേ ഈ രാത്രിയും അമ്മ പുറത്തിരിക്കുകയാണെങ്കിൽ പോലീസ് പറയുന്നുണ്ട്, സിറ്റ് ഔട്ടിന് പുറത്ത്, അമ്മ വീടിന് പുറത്തിരിക്കുകയാണെങ്കിൽ പോലീസ് രാത്രി അമ്മയ്ക്ക് കാവൽ നിൽക്കാം. പക്ഷേ നാളെ വരെ ഈ ഒരു വിധി നടപ്പാക്കുന്നതിൽ മറ്റ് തടസ്സങ്ങളുണ്ട്. വീട് പൊളിച്ച് അകത്ത് കയറുന്നതിന് ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കൂടി അമ്മയ്ക്ക് കാവൽ നിൽക്കുന്നതിന് വേണ്ടി, അതായത് അമ്മയ്ക്ക് സുരക്ഷ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു എത്തിയത്. ഇപ്പോൾ അമ്മയ്ക്ക് ഈ രാത്രിയിൽ അമ്മ വീടിന് പുറത്തിരിക്കുക. പോലീസ് പക്ഷേ അമ്മയെ വീടിനകത്ത് പ്രവേശിപ്പിക്കാൻ തയ്യാറാകുന്നില്ല, വിധി നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല. അതാണ് വലിയ ആക്ഷേപത്തിനും മറ്റും കാരണമായിരിക്കുന്നത്. കൊച്ചിയിൽ വൃദ്ധ മാതാവിനോട് കൊടും ക്രൂരതയാണ് മകൾ കാണിച്ചിരിക്കുന്നത്. മകൾ വൃദ്ധ മാതാവിനെ വീടിന് പുറത്താക്കി സ്ഥലം വിട്ടിരിക്കുന്നു. ആ വീട്ടിൽ തന്നെ തുടരണം എന്നാണ് അമ്മ പറയുന്നത്. ഷെൽട്ടർ ഹോം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ തയ്യാറല്ല എന്നാണ് അമ്മ പറയുന്നത്. നമുക്കറിയാം, വയോജനങ്ങൾ എത്ര വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് ജീവിത സായാഹ്നത്തിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ടോം റിപ്പോർട്ട് ചെയ്തതുപോലെ അതീവ സങ്കടകരമാണ്. 2 ചെറിയ പെൺകുട്ടികളെ ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് വളർത്തി വിദ്യാഭ്യാസം നൽകി അതിനുശേഷം വിവാഹം ചെയ്തയച്ച ഒരു അമ്മയ്ക്കാണ് ഇത്രയും വലിയ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ആ നാട്ടുകാരുടെ ഒരു പിന്തുണയാണ്. നാട്ടുകാർ ഒന്നടങ്കം അമ്മയ്ക്ക് അനുകൂലമായി വന്നിരിക്കുന്നു എന്നാണ്. നമ്മൾ ന്യൂസ് 18 ഈ വാർത്ത ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. 8:45 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉൾപ്പെടെ നാട്ടുകാരുടെ ഒരു ഒഴുക്കുണ്ടായിരുന്നു. ജനപ്രതിനിധികൾ ആ പ്രദേശത്തേക്ക് വരുന്നുണ്ടായിരുന്നു, പോലീസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ പോലീസ് വളരെ നിഷ്ക്രിയരായി നിൽക്കുന്നു എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും. കാരണം 1 വർഷമായി ഈ അമ്മ ഈ ഒരു നിയമ പോരാട്ടം നടത്തുകയാണ്. ആ നിയമ പോരാട്ടത്തിനൊടുവിൽ RDO ഈ അമ്മയ്ക്ക് അവിടെ സംരക്ഷണം നൽകണം എന്ന് പോലീസിനോട് ഉത്തരവിടുന്നു. പക്ഷെ ആ ഉത്തരവ് പൂർണ്ണമായും അട്ടിമറിക്കുകയാണ് മരട് പോലീസ് ചെയ്തിരിക്കുന്നത് എന്ന് ഈ സാഹചര്യത്തിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്രയും ദിവസമായിട്ട് പോലും അമ്മയ്ക്ക് ഒരു സംരക്ഷണം കിട്ടിയില്ല. ഒടുവിൽ അമ്മയെ വീടിന് പുറത്താക്കി മകൾ സ്ഥലം വിടുമ്പോഴും ഇപ്പോഴും പോലീസിൽ നിന്ന് ഒരു സഹായം, ഒരു നീതി ലഭിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതാനും കിലോമീറ്ററുകൾ മാറി മാത്രമാണ് ഈ മകളുടെ വീടുള്ളത്. അവിടേക്ക് പോകാനോ അവിടെ പോയി ഒരു സമവായ ചർച്ച, ഒരു മധ്യസ്ഥ ശ്രമങ്ങൾ പോലും അവിടെ നടക്കുന്നില്ല എന്ന് പറയണം. പക്ഷെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും, BJP ആകട്ടെ, CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒറ്റക്കെട്ടായി നിന്ന് ആ അമ്മയ്ക്ക് തണലൊരുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കൊച്ചിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അസഹനീയമായ ഏറ്റവും
മായ ഒരു വാർത്തയാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. തൃപ്പൂണിത്തുറ തൈക്കൂടത്ത് വൃദ്ധയായ മാതാവിനെ വീടിന് പുറത്താക്കി മകൾ കടന്നു കളഞ്ഞിരിക്കുന്നു. ആ മകൾ സ്വത്ത് തട്ടിയെടുക്കാനുള്ള മകളുടെ ശ്രമത്തെ അമ്മ പ്രതിരോധിക്കുന്ന, ഒരു പെറ്റമ്മ പ്രതിരോധിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഒരു കഞ്ഞിയും പയറും ഉൾപ്പെടെ ഉള്ള ഭക്ഷണം അമ്മയ്ക്ക് അവിടേക്ക് നാട്ടുകാർ എത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ഈ മകളെ, ഈ 2 മണിക്കൂറായി ഈ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോഴും ഈ മകളുടെ യാതൊരു തരത്തിലുള്ള വിവരവും ലഭ്യമാകുന്നില്ല. ഒപ്പം രാഷ്ട്രീയ സ്വാധീനം ഈ മകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ടോം ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഈ രാഷ്ട്രീയ സംരക്ഷണം കഴിഞ്ഞ 1 വർഷമായി നിയമ പോരാട്ടം നടത്തുകയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും സമവായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാകും. എങ്ങനെയാണ് പിന്നീട് ഈ സമവായ ശ്രമങ്ങൾ പാളിപ്പോയിട്ടുണ്ടാകുക? അമ്മയെ, അതെ, സ്വാഭാവികമായും നമുക്കറിയാം, ഈ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളുടെ സ്വത്തുക്കൾ സ്വാഭാവികമായും തിരിച്ച് മക്കളിൽ നിന്ന് അമ്മയുടെ പേരിലേക്ക് തന്നെ മാറ്റി എഴുതുന്ന തരത്തിലുള്ള നിയമവ്യവസ്ഥകൾ പോലും നമ്മുടെ രാജ്യത്തുണ്ട്. ആ ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം എന്താണ് ഇനി ഈ ഒരു വിഷയത്തിൽ ഇനി എന്താണ് ഒരു സമവായത്തിനുള്ള സാധ്യത എന്താണ്? ഇന്ന് രാത്രി മുഴുവൻ ഈ സിറ്റ് ഔട്ടിലെ ഈ പായയിൽ തന്നെ അമ്മ കഴിയേണ്ടി വരുമോ? അതോ അമ്മയ്ക്ക് ആ വീട് തുറന്നു നൽകാനുള്ള സന്മനസ് മക്കൾക്കുണ്ടാകുമോ? തുടർന്ന് ബാക്കി ചർച്ചകളൊക്കെ നാളെ ആകട്ടെ. അതിനുള്ള ശ്രമങ്ങൾ എവിടെ വരെ എത്തി? അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ തുടരുന്നുണ്ടോ? ഒരു മിനിറ്റ്, എത്ര കട്ടുണ്ട് നോക്കിയാ സുവി, ഇപ്പോൾ നാട്ടുകാർ നമ്മൾ നേരത്തെ കണ്ടു, ഈ നാട്ടുകാരുടെ ഒരു സ്നേഹം. അവർ അമ്മയ്ക്ക് പായും തലയണയും കൊണ്ടുപോയി കൊടുക്കുന്നു, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു അമ്മയ്ക്ക്. അതായത് ഈ തൃപ്പൂണിത്തുറ കൊച്ചിയിലെ സാഹചര്യം അറിയാൻ, വലിയ കൊതുകിന്റെ ശല്യമുണ്ട്. കൊതുക് പോലും അമ്മയെ ഒരു ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി കൊതുക് തിരി വരെയും കത്തിച്ച ഈ നാട്ടുകാരുടെ ഒരു സ്നേഹം നമ്മൾ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് സുവി. കാരണം ഒരു സ്വന്തം മകൾ കാണിക്കാത്ത മാനുഷിക പരിഗണന, സ്നേഹം, അത് ഈ നാട്ടുകാരുടെ ഒന്നടങ്കം ഇവിടുത്തെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഈ നാട്ടുകാർ ഓരോരുത്തർ ഈ അമ്മയുടെ മക്കളായി മാറുന്ന ഒരു കാഴ്ച, അമ്മയ്ക്ക് അവരിലൊരു സ്നേഹം നമുക്ക് കാണാൻ കഴിയും. അമ്മ വലിയൊരു വിഷമമുണ്ടെന്നറിയാം, മകള് ഇറക്കി വിട്ടതിന്റെ വലിയൊരു വിഷമമുണ്ടെന്നറിയാം. പക്ഷെ ഈ നാട്ടുകാരുടെ സ്നേഹം അമ്മ എങ്ങനെയാ തിരിച്ചറിയണം? കാരണം വലിയ അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു. രാത്രി ഇത്ര മണിക്കൂറുകളായി ഇവരൊക്കെ കാത്തിരിക്കുകയാണ്. എനിക്ക് വേണ്ടി കാത്തിരിക്കണത് നല്ല മനുഷ്യരാണ് വരെയുള്ള. അതുകൊണ്ട് ഞാനിങ്ങാട് വന്നത്. എൻ്റെ നാട്ടുകാർ ഇടപെടുമെന്ന് എനിക്കറിയാം. എൻ്റെ നാട്ടുകാർക്ക് എന്നെ അറിയാമല്ലോ, അപ്പോൾ അവർ ഇടപെടുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു എനിക്ക് കാര്യം നടത്തി തന്നെ എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ വീട്ടിൽ കയറണം, എൻ്റെ വീട്ടിൽ എനിക്ക് കയറണം. അവർ കൂട്ടിയിട്ടൊക്കെയാണല്ലോ എന്ന് പറഞ്ഞു. അത് എന്തെങ്കിലും നീതി കാണണം എനിക്ക് എന്നെല്ലാം നാട്ടുകാരോട് പറഞ്ഞ് അവർ എന്നെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞേ, അമ്മയുടെ വീടല്ലേ, നാളെ തുറന്നു വരാൻ നമുക്കൊന്ന്. പിറ്റേ ദിവസം ചെന്നപ്പോൾ അവർ തരം മാറി. അവരപ്പോൾ പറയണേ, അതെ മോളിൽ നിന്ന് വിളി വന്നു, അത് കാരണം പറ്റൂല. അങ്ങനെയാടാ പോലെ പറയടാ. ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞു, പോലീസുകാരുടെയൊക്കെ മുഖമൊക്കെ മാറിയിരിക്കണം. ഇന്നലെ വന്ന മുഖമല്ലല്ലോ മോളെ എന്ന് പറഞ്ഞു ബിന്ദുവിനോട്. ഇന്ന് മുഖമൊക്കെ വായിച്ചിരിപ്പുണ്ടല്ലോ നമ്മളെ കണ്ടപ്പോൾ ഇന്ന്. അങ്ങനെ പോയത് അവിടെ നിന്ന് വന്നിട്ടാണ് ഇപ്പം വേറെ പറഞ്ഞില്ല, അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞവർ. നിങ്ങൾ അവിടെ ചെല്ലുന്നത് അങ്ങനെയുള്ള അങ്ങാട് പോയത്. അവിടെ എനിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റണില്ല. പക്ഷേ ഭയങ്കര പൊക്കത്താളത്. വലിയ ബുദ്ധിമുട്ടാണ് അവിടെ പോയത്. വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 2 പേരെന്നെ അപ്പുറം ഇപ്പുറം പിടിച്ചിട്ടാണ് അത് കയറ്റിയത്. അത് 2 നാളെ അവിടെ തന്നെ പോകാനാണ് പോവില്ല. ഇനി പോവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വന്നു. അവർ വന്നു. ഞാനിനി പോവില്ല. എനിക്ക് കയറി അവിടെ കയറാൻ പറ്റണില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കയറാം. ഇന്ന് 2 പേരെന്നെ പിടിച്ചാൽ കയറ്റി. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റാണ്ട് അവരിവിടെ കൊണ്ടുകൊണ്ട് വന്നു. പിള്ളേർ പോയി മേടിച്ചോണ്ട് വന്നു. എനിക്ക് പോകാൻ പറ്റണില്ല. ഇറങ്ങണ്ട, ഞാൻ ഭക്ഷണം കഴിക്കാതെ അവിടെ ഇരുന്നോളാം, നിങ്ങൾ പൊക്കോന്നോളൂ, നിങ്ങൾ പോയി കഴിച്ചോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നേച്ചു. അവർ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കപ്പ് ചായ കൊണ്ടുവന്നു. അത് കുറിച്ച് ഞാൻ ഇരുന്നേച്ചു. ഏത് മക്കളാണെങ്കിലും ഇത് കണ്ട വിഷമം ഉണ്ടാവില്ല. എല്ലാ മക്കൾക്കും ഉണ്ടാവും, ഏത് ദുഷ്ടത്തികളാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുത്ത മുതൽ എനിക്ക് തിരിച്ചു കിട്ടണം. ഇനി എനിക്കത് തിരിച്ചു കിട്ടണം. എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ എനിക്കിഷ്ടമില്ല. ഏത് മക്കളാണ് ഇങ്ങനെ ചെയ്യണത്? ഞാൻ അവർക്ക് കൊടുത്ത അവരുടെ അച്ഛൻ്റെ തല 20 സെൻറ്റ് ഉണ്ടായി, അതും വിറ്റ് അവർക്ക് കൊടുത്തതാണ്. അവരെ കല്യാണം കഴിച്ച്. അപ്പോൾ ആ അമ്മ ഒന്നും എടുത്തിട്ടില്ലെന്ന് അവർക്കറിയാം. 2 പേർക്കും അറിയാം. അമ്മ ഒരു പൈസ എടുത്തിട്ടില്ല. ഈ അമ്മയുടെ സ്വത്ത് അമ്മ അപ്പോഴും കൊടുത്ത് അവർക്ക് 2 പേർക്കും. 1 സെൻറ്റ് 2 സെൻറ്റല്ല, 20 സെൻറ്റ് പാലായിട്ടുണ്ട്. അത് വിറ്റിട്ടാണ് അവർ 2 പേരെയും കല്യാണം കഴിച്ചത്. നല്ല സ്ത്രീധനം കൊടുത്ത അമ്മനെ കല്യാണം കഴിച്ചത്.
പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഇവിടെ മക്കൾക്കും വേണ്ടതെല്ലാം ചെയ്തു. ആരെന്നെ ദ്രോഹിക്കണം. ഇത് ഈ നാളത്തേക്ക് ഇത് തീരുമാനം ഈ മാറ്റിയത് RDO പറഞ്ഞു നാളെ ചർച്ച ചെയ്യാം. അതൊരു അട്ടിമറിക്കാനുള്ള ശ്രമമാണോ? അല്ലെങ്കിൽ ഒരു ദിവസം കഴിയേണ്ട ഓർഡർ കൊടുത്ത് തുറന്നു കൊടുക്കാൻ പറഞ്ഞത് പിന്നെ നാളത്തേക്ക് ആക്കണേ എന്തിനാ? തീരുമാനം എടുക്കണേ എന്തിനാ? ആദ്യം പോലീസുകാർ വന്നിട്ട് പോയി, ഒരു തീരുമാനം എടുക്കാതെ പോയി. പിന്നെ രണ്ടാമത് MLA പലരെയും വിളിച്ചിട്ടാണ് പിന്നത്തെ വരവ്. ഇത് മോളിൽ നിന്നുള്ള വിളിയും തെളിയായതിട്ടാണ് ഇങ്ങനെ വരുന്നത്. അവർക്ക് വേറൊരാളുണ്ടല്ലോ, നല്ല സ്ട്രോങ് പേഴ്സൺ ഉണ്ട് അവർക്ക്. അതൊന്നും ഞാനായിട്ട് പറയണില്ല, പാർട്ടി വൈസ് അപ്പൊ അതിൽ നിന്നുള്ള സംഭവം നടന്നിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് നീതി കിട്ടാൻ ബുദ്ധിമുട്ട്. ഞാൻ ഇവരായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇവരുടെ പിള്ളേരൊക്കെ ഞാനാ പഠിപ്പിച്ചത്. ട്യൂഷൻ ഇതിന്റെ അടുത്ത്, ആ പാലത്തിന്റെ അടുത്ത് തന്നെ. അപ്പൊ ഇവിടെ ഞാൻ കിടന്നുറങ്ങാൻ പോയതായിരുന്നു. അപ്പോഴാ ഇവിടെ ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെ ഇറങ്ങി പോന്നു. അതാണ്. പക്ഷെ ഇവരെയൊക്കെ പോയി എന്നാ പറഞ്ഞത് എന്നോട്. ഇവിടെ ഞങ്ങൾ വാടകയ്ക്ക് പോണേണ്, ഇവിടെ ഭയങ്കര ഇഷ്യൂസാണ്, ഈ ബിന്ദു ആയിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവരുടെ നെയ്ബർ, ഇവരുടെ റിലേറ്റഡ് ഒക്കെയാണെന്ന് തോന്നുന്നു. മകളും അമ്മയൊക്കെ പറഞ്ഞു. ബിന്ദു ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവരൊന്ന് ചോദ്യം ചെയ്യാറുണ്ട്. അതാണ് സംഭവം. അതുകൊണ്ടാണ് അയൽവാസികളോട് മകൾക്കുള്ള എതിർപ്പ്. കാരണം ഇവിടത്തുകാര് ഇവര് സമ്മതിക്കില്ല. ഇപ്പൊ പീതാംബരനാണെങ്കിലും സജീവനാണെങ്കിലും ഇവരമ്മേനെ വിഷമിപ്പിക്കുന്ന കാണുമ്പോൾ അവർ സമ്മതിക്കില്ല. അവരൊന്ന് ചോദിക്കാറുണ്ട്. അതിന് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കണം അങ്ങനെ ഒരു പോക്ക് പോയത്. അത് ഇന്നലെ ഞാൻ സജീവിന്റെ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം നേരത്തെ മുതലുള്ളതാണോ? അവർക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവരെ ഞാൻ ചെന്ന് വിളിക്കുവേ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവർ വന്നോട്ടാന്ന് പറയും. അവള് വന്ന് വഴക്ക് പറയുമ്പോഴത്തേക്ക് എന്താ ഇത് ഇങ്ങനെയൊക്കെ അമ്മേനോട് വരുമാനം. അപ്പൊ നാട്ടുകാരുമായിട്ട് മകൾക്കൊരു എതിർപ്പുണ്ട്. അതാ അവള് വന്ന് ചോദിക്കാറുണ്ട്, അമ്മേനോട് എന്തിനാണ് അങ്ങനെ പെരുമാറുന്നത്, നിങ്ങളുടെ അമ്മയല്ലേ ഇതിലോ എന്ന് പറഞ്ഞ അവൾ വഴക്ക് പറയാറുണ്ട്. അപ്പൊക്കെ അവരാ പൊതുവെ ഒരു ഇഷ്ടക്കേടുണ്ട്. ഇപ്പൊ ഇവിടെ നടക്കുന്ന മുഴുവനും ഇവിടെ 2 ക്യാമറ വെച്ചിട്ടുണ്ട്. അവർ ശരിക്കും ടിവിനേക്കാളും കൂടുതൽ കാണുന്നുണ്ടോ. ഇതാണ് ഈ മകള്. ഒരുപക്ഷെ അമ്മ വളരെ വികാരഭരിതയായിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ അവരുടെ മക്കളെ വളർത്തിയ കാര്യങ്ങൾ പറയുമ്പോൾ പോലും വലിയ വേദനയോട് കൂടിയാണ് ഈ അമ്മ സംസാരിച്ചത്. ഒരുപക്ഷെ ഈ മകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ തത്സമയം എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇത് തത്സമയം ഈ അമ്മയുടെ ദയനീയാവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മകൾക്ക് അല്പം ദയുണ്ടെങ്കിൽ, കരുണയുണ്ടെങ്കിൽ, ഈ അമ്മയോട് ഒരല്പം സ്നേഹമുണ്ടെങ്കിൽ, വളർത്തി വലുതാക്കി അമ്മയോടുള്ളൊരു ഒരു കടപ്പാടെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് കഥക് തുറന്നു കൊടുക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. കൊച്ചിയിൽ വൃദ്ധമാതാവിനോട് മകളുടെ ക്രൂരത. തൃപ്പൂണിത്തുറ തൈക്കൂടത്താണ് ഈ സംഭവം. മാതാവിനെ പുറത്താക്കി മകൾ വാതിലടച്ച് പൂട്ടി പോയിരിക്കുകയാണ്. ഏതായാലും ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്കും പോകില്ല എന്ന ഉറച്ച നിലപാടിലാണ് ആ അമ്മയുള്ളത്. അമ്മയ്ക്ക് തണൽ ഒരുക്കിക്കൊണ്ട് നാട്ടുകാർ മുഴുവൻ അവിടെ നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. തൃക്കാക്കര MLA ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. കൗൺസിലർമാർ ഉണ്ട്. ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസും സംരക്ഷണം അമ്മയ്ക്ക് ഒരുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബാക്കി ചർച്ചകൾ നാളെയേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. വൃദ്ധ മാതാവിനോടാണ് ഈ ഒരു കൊടും ക്രൂരത. മകൾ 2 പെൺമക്കളാണ് ഈ അമ്മയ്ക്കുള്ളത്. ഈ 2 പെൺമക്കളെയും ഭർത്താവ് മരിച്ചതിന് ശേഷം ഒറ്റയ്ക്കാണ് ഈ അമ്മ സംരക്ഷിച്ചു പോകുന്നത്. അവരുടെ വിദ്യാഭ്യാസം, അതുപോലെ അതിനുശേഷം അവർക്ക് വിവാഹം ഉൾപ്പെടെയുള്ളവ നടത്തി നൽകിയത് ഈ വൃദ്ധയായ അമ്മയാണ്. അതിനുശേഷം ഈ അമ്മയെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യധികം ദുഃഖകരമായ, അത്യധികം സങ്കടകരമായ, മനസാക്ഷി നുറുങ്ങിപ്പോകുന്ന തരത്തിലുള്ള വാർത്തയാണ് ന്യൂസ് 18 ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 ഈ വാർത്ത പൊതുജന മധ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം ടോം, അതീവ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. എങ്ങനെ നമുക്ക് ഈ വാർത്താ ബുള്ളറ്റിൻ പോലും അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇതിനൊരു പരിഹാരം കാണാതെ എങ്ങനെയാണ് അവിടെ നിന്ന് മടങ്ങിപ്പോരുക? എന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിയുന്നുണ്ടോ ടോം? എന്താണ് നിലവിലെ ഒരു സാഹചര്യം? പോലീസ് മുൻപ് പറഞ്ഞ അതേ നിലപാടിൽ തന്നെ തുടരുകയാണോ പോലീസ് ഉള്ളത്?
സുവി, പോലീസ് അതേ സമീപനം തന്നെയാണ്. കാരണം നമുക്കറിയാം, പോലീസ് പറഞ്ഞിരുന്നു രാത്രിയിൽ പോലീസ് സുരക്ഷ കൊടുക്കും. അമ്മ വീടിന് പുറത്താണെങ്കിൽ പോലീസ് സുരക്ഷ കൊടുക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടൊരു വനിതാ പോലീസുകാരിയെ അമ്മയ്ക്ക് കാവലായി നിർത്തിയിട്ടുണ്ട്, അമ്മയ്ക്ക് സുരക്ഷയ്ക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ട്. കാരണം രാത്രി മുഴുവനും അമ്മ വീടിന് പുറത്തിരിക്കുമെന്നാണ് പറയുന്നത്. പോലീസിന്റെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാമെന്ന പോലീസിന്റെ വാഗ്ദാനം പൂർണ്ണമായും തള്ളിക്കളയാണ്. തന്റെ അവകാശപ്പെട്ട സ്വന്തം ഭൂമിയിൽ പണിത ആ വീട്ടിൽ കയറാനുള്ള അവകാശം ഈ അമ്മയ്ക്കുണ്ട്. സ്വാഭാവികമായും അതിനകത്ത് അമ്മ കയറണം. പക്ഷേ പോലീസ്, നമുക്ക് വീടിന് പുറത്ത് നിരവധി പോലീസുകാരുണ്ട്. വീടിനകത്ത് ഒരു വനിതാ പോലീസിനെ നിയമിച്ചിട്ടുണ്ട് അമ്മയുടെ സുരക്ഷയ്ക്ക് വേണ്ടി. മറ്റ് ജനപ്രതികൾ, ഉമാ തോമസ് MLA മണിക്കൂറുകളായി ഇപ്പോഴും വീടിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. വാർഡ് കൗൺസിലർ, മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും, നാട്ടുകാർ ഒന്നടങ്കം ഈ അമ്മയ്ക്ക് കാവലായി, അമ്മയ്ക്ക് സ്വന്തം ഒരു മക്കളെ പോലെ ഈ നാട്ടുകാർ ഒന്നടങ്കം ഇവിടെ ഇപ്പോഴും മണിക്കൂറുകളായി അമ്മയുടെ ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. സുബി, ടോം, ഈ വാർത്തയിലേക്ക് നമ്മൾ പിന്നീട് മടങ്ങി വരാം. ഏതായാലും അതീവ സങ്കടകരമായ ഒരു വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് വരുന്നത്. പെറ്റമ്മയെ മകൾ തെരുവിൽ അല്ലെങ്കിൽ വീടിന് പുറത്താക്കി വാതിലടച്ച് കടന്നു കളഞ്ഞിരിക്കുകയാണ്. ഈ കിടപ്പാടം നഷ്ടപ്പെട്ട അമ്മയുടെ ഒരു പ്രതിരോധം, ഒരു പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ വാർത്തയിലേക്ക് മടങ്ങി വരാം. മറ്റ് വാർത്തകൾ